ടീച്ചേഴ്സ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മാറാലയും പൊടിയും ഒക്കെ നമ്മളെങ്ങനെ വൃത്തിയാക്കിയാലും താഴോട്ടൊക്കെ വീഴാറുണ്ട്. ഒരു പൊടി പോലും താഴോട്ട് വീഴാതെ തന്നെ ഈസി ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണണേ. വീഡിയോയിലേക്ക് ഞാനൊരു മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് വൈറ്റ് പേസ്റ്റാണ് കേട്ടോ. കുറച്ച് വൈറ്റ് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലോട്ട് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒരു 3 അടപ്പ് വിനാഗിരി ഇതിലോട്ട് ഞാൻ ഒരു 2 കർപ്പൂരം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ മാറാലയൊന്നും അങ്ങനെ കെട്ടിക്കിടക്കത്തില്ല. അപ്പോൾ ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് കണ്ട ഈ ഒരു സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് തുടയ്ക്കുന്നതെന്ന് കാണാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ തറ തൂക്കുന്ന ചൂലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് വിരിഞ്ഞിരിക്കുന്ന ചൂലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ അത് പെട്ടെന്ന് പോകും, ചീത്തയായി പോകും. അപ്പം ഇങ്ങനത്തെ ആകുമ്പം കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു ചൂലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തലയണ ഉറ ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പില്ലോ കവറിനെ ഈ വെള്ളത്തിലോട്ട് മുക്കിയെടുക്കണം. ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയെടുക്കണം. ഒരുപാടങ്ങ് പിഴിഞ്ഞ് കളയാൻ പോകരുത്. ഒന്ന് നനവ് നല്ലോണം വേണം. എന്നാൽ തീരെ അങ്ങോട്ട് വെള്ളം ഒഴുകുന്ന രീതിയിലും ആയിരിക്കരുത്. ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചൂലിൻ്റെ അകത്തോട്ട് ഈ പില്ലോ കവറിനൊന്ന് കയറ്റി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പില്ലോ കവറിൻ്റെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വെച്ച് കെട്ടയോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയോ ചെയ്യണം. ഇപ്പം ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ഞാൻ, അല്ലെങ്കിൽ ഒരു ചരടുണ്ടെങ്കിൽ അത് വെച്ച് കെട്ടിയാലും മതി. 1 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മളിനി മാറാല വൃത്തിയാക്കുന്നത്. ഇപ്പം കണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഒക്കെ മാറാല ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ മാറാല അടിക്കുന്ന സമയത്ത് താഴെയൊക്കെ വീഴാനാണ് പതിവ്. അപ്പം ഇതിൽ ഈ ഒരു സൊല്യൂഷനിൽ മുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ താഴോട്ടൊന്നും വീഴാതെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇതിൽ തന്നെ അങ്ങ് പറ്റി പിടിച്ച് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ കാരണം പിന്നീട് അങ്ങനെ മാറാല പെട്ടെന്നൊന്നും കെട്ടി വരത്തുമില്ല. പല്ലിയും പാറ്റയൊന്നും വലിയ ശല്യം ഉണ്ടാക്കത്തുമില്ല. ചുമരിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ പല്ലി പോകില്ലേ. അപ്പൊ ഇപ്പൊ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു നനവ് ചുമരിൽ വരുന്നില്ല, ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അലമാരയുടെ അടിയിലൊക്കെ നമുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ചൂലാകുമ്പോ ഇതിന്റെ അകത്തോട്ടൊക്കെ കയറി പോകും. ഇത് ഫുള്ള് നടി ഇതിൽ തന്നെ വരെയും ചെയ്യുക. ഇതിന്റെ അടിയിൽ നിന്നൊക്കെ ഇപ്പൊ നോക്കിയാണ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ആ വലയും എല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ല, ഇതേപോലെ പെട്ടെന്ന് തന്നെ പൊടിയൊന്നും തറയിലൊന്നും വീഴാതെ തന്നെ തുടച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.